പ്രവർത്തിച്ചവരാണ്, കഠിനാധ്വാനം ചെയ്തവരാണ്, വോട്ട് ചെയ്തവർ മാത്രമല്ല. അപ്പൊ അതിലൊരു നന്ദി പറഞ്ഞു തീർക്കാനുള്ളതല്ലെങ്കിലും നന്ദി പറയേണ്ടതുണ്ട്. അത് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ നന്ദി പരിപാടി തുടങ്ങി. ഇന്നലെ താന്നൂർ മണ്ഡലം പൂർത്തിയാക്കി, തിരൂരങ്ങാടി മണ്ഡലം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. മുനിസിപ്പാലിറ്റി ബോർഡ് വെച്ച് തുടങ്ങുകയാണ്. ഇനി നമ്പർ പഞ്ചായത്തിലും പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിലൊക്കെ പോകാനുണ്ട്. കൈനിർത്തോളം എല്ലാവരെയും കാണണം, അഭിവാദ്യം ചെയ്യണം. ഇത്ര വലിയൊരു ഭൂരിപക്ഷം നമ്മുടെയൊക്കെ കണക്കുകൂട്ടുകളെ തെറ്റിച്ചു കളഞ്ഞു. നമ്മുടെ ജനം, നമ്മുടെ സാധാരണക്കാർ, പൊന്നാനി മണ്ഡലത്തിൽ വസിക്കുന്ന പ്രിയപ്പെട്ടവരായ നാട്ടുകാർ, എല്ലാ കണക്കുകൂട്ടുകളെയും തെറ്റിക്കുന്ന വിജയം എന്ന് പറഞ്ഞാൽ പോരാ, സ്നേഹമാണ് അവർ നൽകിയത്. വലിയ സ്നേഹമാണ് നൽകിയത്. അല്ലെങ്കിൽ ഒരിക്കലും ഇത്ര വോട്ട് കിട്ടൂല. വളരെ വലിയ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നാട്ടുകാരനായ ഈ എളിയവനെ ഇവിടുത്തെ മനുഷ്യന്മാർ, പ്രത്യേകിച്ച് സാധാരണക്കാരായ സഹോദരന്മാരും സഹോദരിമാരും എല്ലാവരും അതിൽ പങ്കെടുത്തു. ഇലക്ഷൻ വർക്ക് കണ്ടപ്പോൾ തന്നെ നമുക്ക് തോന്നിയിരുന്നു, ആബാലവൃദ്ധം ജനങ്ങൾ, മുതിർന്നവര്, പ്രായമുള്ള മാതാപിതാക്കള്, അമ്മമാര്, ഉമ്മമാര്, പെങ്ങന്മാര്, ചെറുപ്പക്കാരുടെ ആവേശം, UDF പ്രവർത്തകർ, രാപ്പകൽ അധ്വാനം, വോട്ടവകാശമല്ലെങ്കിലും നിന്റെ പിന്നാലെ ഓടി വന്ന ഈ ടീം. വാഗ്ദാനങ്ങൾ ഇപ്പൊ തന്നെ വാഗ്ദാനമാണ്. നിങ്ങൾക്ക് മുട്ടായി ഉണ്ട്. അപ്പൊ ഞാൻ എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി പറയാണ്. സർവശക്തന്റെ കാരുണ്യത്താൽ ഇത്ര വലിയൊരു വിജയം നൽകിയ നാട്ടുകാരെ ഞാൻ സ്നേഹത്തോടുകൂടി അഭിവാദ്യം ചെയ്യുകയാണ്. നല്ല ഭൂരിപക്ഷമാണ്. എല്ലായിടത്തും നമ്മൾ ലീഡ് ചെയ്തു. സകല പഞ്ചായത്തും, ഒറ്റ പഞ്ചായത്തിൽ മാത്രമാണ്, ഈ പൊന്നാനി മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിൽ മാത്രമാണ് LDF ലീഡ് ചെയ്തത്. ഓർക്കണം, അങ്ങനെ ഇലക്ഷൻ റിസൾട്ട് മുമ്പുണ്ടായിട്ടില്ല. സകല നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ വോട്ടാണ്. നിങ്ങളെ തിരൂരങ്ങാടി 1,00,000-ലേറെയാണ് ഭൂരിപക്ഷം, 1,00,000-ൽ കവിഞ്ഞ. അതിൽ ഈ മുനിസിപ്പാലിറ്റി വളരെ ടോപ്പാണ്, ടോപ്പായിട്ട് നിൽക്കുകയാണ്. ഇവിടുത്തെ UDF-ന്റെ നേതാക്കൾക്ക്, പ്രവർത്തകർക്ക് അഭിമാനിക്കാവുന്ന വിജയമാണ്. ഇപ്പൊ ഇവിടെ ചെയർമാനുണ്ട്, പ്രിയപ്പെട്ട ഹുസൈൻ, നമ്മുടെ കൺവീനർ അബ്ദുറഹ്മാൻകുട്ടി പെടില്ല, പാലത്ത് അവിടെ ഒരു അബ്ദുറഹ്മാൻകുട്ടി, രണ്ടിടത്തും അബ്ദുറഹ്മാൻകുട്ടിയാണ്. അവിടെ പാലത്ത് പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി. അവർക്കൊക്കെ അഭിമാനമാണ്, എല്ലാവർക്കും അഭിമാനമാണ്. രാപ്പകൽ അധ്വാനിച്ച കുട്ടികള്, ഓമന മക്കള്, ചെറുപ്പക്കാര്, അവരാവേശം എല്ലാം മനസ്സിൽ വെക്കുകയാണ്. നിങ്ങൾ എന്നെ നെഞ്ചോട് ചേർത്ത് വെച്ച പോലെ അതിലുപരി 10 മടങ്ങ് ഞാൻ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു എന്ന് മാത്രമേ എപ്പം എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാൻ സമയമുണ്ട്. ഒരു നന്ദി മാത്രം പറയാനാണ്, നന്ദി അറിയിക്കാനാണ് ഈ യാത്ര. പിന്നപ്പോ നമ്മളൊന്ന് ക്ഷീണിപ്പിച്ച് കളയാം എന്ന് വിചാരിച്ച് ഇറങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പൊന്നാനി കണ്ണും നട്ട് കാത്തിരുന്നവരുണ്ടായിരുന്നു. 4 മണ്ഡലം LDF-ന്റെ കയ്യിലല്ലേ. അവിടെ നിന്ന് നോക്കിയാൽ ചിലപ്പോ നമ്മൾ എന്തെങ്കിലും ആക്കിക്കളയാം എന്ന് വിചാരിച്ചവരൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് കൈ പൊള്ളി, തൊട്ടപ്പ കൈ പൊള്ളി. അത്ര എപ്പ പറയുന്നു, അവർക്ക് കൈ പൊള്ളി. പിന്നെ ജനങ്ങളെ മോശമായിട്ട് കണക്കിലെടുക്കരുത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുടനീളം ഞാൻ എല്ലായിടത്തും പറഞ്ഞിരുന്നു, ജനങ്ങൾ വളരെ പ്രബുദ്ധരാണ്. സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് വലിയ അറിവും ബോധമാണ്. ഓല് വലിയ പാന്റും കുപ്പായിട്ട് നടക്കണുണ്ടാവില്ല. അവരെ കണ്ടു പഠിക്കണം. അവരുടെ രാഷ്ട്രീയ ബോധം, അവരുടെ വിവരം, അവരുടെ വിവേകം ഞാൻ എല്ലായിടത്തും പറയാറുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. പാന്റ് മോശാന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. പാന്റ് ഇട്ട് മോശാന്ന് പറയണ്ട. തുണിയും കുപ്പായൊക്കെ ഇട്ട് നടക്കണ നമ്മളെ സാധാരണക്കാരെ കാണുമ്പോ അവരുടെ ഒരു വിവേകമുണ്ട്, അവരുടെ ഒരു പ്രബുദ്ധതയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് പറയണം, എന്ത് ചർച്ച ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യണം, എന്തിനായിരിക്കണം ആ വോട്ട്. ആ വോട്ട് പഞ്ചായത്തേക്കല്ല, ഡൽഹിയിലേക്കാണ്, അധികാരമാറ്റത്തിനാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. നാട്ടുകാർക്ക് അത് പെട്ടെന്ന് മനസ്സിലായി. ജനങ്ങൾക്ക് മനസ്സിലാകും, അവർ ഒരുപാട് തെരഞ്ഞെടുപ്പ് കണ്ടവരാണ്. ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പാന്ന് പോലും മനസ്സിലാക്കാതെ
ബാലിശമായ വിഷയങ്ങളും കൊണ്ട് ഇറങ്ങിയ ചില കൂട്ടരുണ്ട്. അവരൊക്കെ രാഷ്ട്രീയം പഠിക്കട്ടെ. ആരെ കണ്ടിട്ട്? പൊന്നാനി മണ്ഡലത്തിലെ സാധാരണക്കാരായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കണ്ടിട്ട് അവരിൽ നിന്ന് രാഷ്ട്രീയ ബോധം പഠിക്കാൻ ഞാൻ അത്ര ആളുകളോട് വിനയത്തോടുകൂടി ആവശ്യപ്പെടാം. ജനങ്ങൾ തിരസ്കരിച്ചു, ജനങ്ങൾ ഇങ്ങനെ തള്ളി. അതൊന്നും ലോക്സഭാ ഇലക്ഷനിൽ പ്രസക്തമല്ല എന്ന് അവർക്ക് അങ്ങനെയുള്ള ഓരോരോ വർത്തമാനം പറഞ്ഞു വന്നവർക്ക് വായടപ്പൻ മറുപടിയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ കൊടുത്തിട്ടുള്ളത്. വായടപ്പൻ മറുപടിയാണ്. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് കാണണം, ലോക്സഭയെ ലോക്സഭയായിട്ട് കാണണം. ഇവിടെ നമ്മൾ അധികാരം മാറ്റാൻ നോക്കുമ്പോൾ അതിന്റെ അടുത്തെത്തി നമ്മൾ ഇന്ത്യ അലയൻസ്. നമ്മൾ ഗവൺമെന്റ് ഉണ്ടാക്കാൻ തൽക്കാലം കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയില്ല എന്നാരും വിശ്വസിക്കണ്ട. ഒരു പടക്കുതിര പോലെയാണ് ഇന്ത്യ അലയൻസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് കയറാൻ പോകുന്നത്. പഴയ പോക്കല്ല നമ്മൾ പോണത്. ഞാൻ കഴിഞ്ഞ 2.5 കൊല്ലം ലോക്സഭയിൽ ഇരുന്ന ആളാണ്. ആ ഇരുത്തല്ല ഇനി ഇരിക്കാൻ പോണത്. അന്ന് മോശമാക്കിയിട്ടില്ല, പക്ഷെ അന്ന് നമുക്ക് അംഗസംഖ്യ കുറവാണ് പ്രതിപക്ഷത്തിന്. ഇന്ന് അങ്ങനല്ല. ഇന്നൊരു വലിയ അണക്കെട്ട് കെട്ടും, ഞങ്ങളൊരു അണക്കെട്ട് കെട്ടും. അതുകൊണ്ട് വലിയ ഭൂതിയൊക്കെ മാറ്റി വെക്കേണ്ടി വരും. കേന്ദ്രത്തിൽ അധികാരം വരുന്നവരും നടക്കൂല. പാർലമെന്റിൽ ഞങ്ങൾ പടയണി തീർക്കും. അതിന് ശക്തി നൽകിയ പൊന്നാനിക്കാരായ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ മാറോട് ചേർക്കുന്നുവെന്ന് പറയാനാണ് ഈ എളിയവൻ ഇവിടെ ഇപ്പൊ വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള വലിയൊരു കാര്യത്തിന് മുമ്പിലാണ് ചിലർ ഇവിടെ വന്നിട്ട് ഓരോരോ വർത്താനം പറഞ്ഞത്. കഴിഞ്ഞ ഇലക്ഷനിൽ എന്തൊരു ഇങ്ങനെ ഉണ്ടോ? ആരോടെങ്കിലും വിരോധം തീർക്കാനുള്ള അവസരമാണോ ലോക്സഭാ തെരഞ്ഞെടുപ്പ്? ലോക്സഭാ തെരഞ്ഞെടുപ്പായിട്ട് കാണണം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിട്ട് കാണണം. ഓരോ സമയത്തും അതിൻ്റെതായ വിഷയങ്ങൾ പറയണം. ഞാൻ കൂടുതലായിട്ടൊന്നും പറയണില്ല. എല്ലാവർക്കും എൻ്റെ നന്ദി. മുതിർന്നവര്, മാതാപിതാക്കള്, കുട്ടികൾ, വീടുകൾക്കകത്തുള്ള നമ്മുടെ സഹോദരിമാര്, എൻ്റെ അമ്മമാർ, എൻ്റെ ഉമ്മമാർ, എല്ലാ സമുദായങ്ങളെല്ലാ വിഭാഗങ്ങളൊക്കെ ഉണർന്ന് പ്രവർത്തിച്ചു. എല്ലാവരും നമ്മളെ സഹായിച്ചു. അതിനെല്ലാരോടും നന്ദിയുണ്ട്. നമ്മളാരും മറക്കൂല. നമ്മളങ്ങനെ മറക്കുന്നവരല്ല. നമ്മളവരെ മനസ്സോട് ചേർക്കുന്നു. പരമാവധി പൊന്നാനി മണ്ഡലത്തിലെ ജനങ്ങൾക്കോടൊപ്പം നിന്ന് എന്തൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമോ അത് ഇന്ത്യയുടെ പാർലമെന്റിനകത്തും ഈ നിയോജക മണ്ഡലത്തിലും ഈ വിനീതൻ നിങ്ങളിൽ പെട്ട ഒരാളായി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധനായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രവർത്തനം അതും കൂടി മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മുടെ ആൾക്കാർ, നമ്മുടെ ജനം, നമ്മുടെ സഹോദരങ്ങൾ ഈ ഭൂരിപക്ഷം നൽകിയത്. ഞാൻ ആദ്യമായിട്ട് ജില്ലാ പഞ്ചായത്തേക്ക് പോയത് ഈ മണ്ണെന്നാണ്. ഞാൻ കോട്ടക്കൽ നിയമസഭയിൽ MLA ആയത് ഈ മണ്ണെന്നാണ്, പൊന്നാനി മണ്ണെന്നാണ്. ഞാൻ 2.5 കൊല്ലം ലോക്സഭയിൽ ഇരുന്നിട്ടും അവിടെ എന്ത് ചെയ്തു മണ്ഡലത്തിലും ഒക്കെ നാട്ടുകാർക്ക് അറിയാം, ജനങ്ങൾക്കെല്ലാം അറിയാം. ജനങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട്. ജനങ്ങൾ നല്ല ബോധമുള്ളവരാണ്. അവർ നമ്മുടെ മുമ്പിലാണ്. അവർ നമ്മളെക്കാൾ ഒരു പടി മുമ്പിലാണ്. അവരിൽ നിന്ന് നമ്മൾ പഠിക്കണം. ഞാനിതിപ്പോ ഇന്ന് പറയും, ഇലക്ഷൻ ജയിച്ചപ്പോ പറയില്ല. ഞാൻ എല്ലാ കാലവും പറയാറുള്ളതാണ്, സാധാരണക്കാരായ മനുഷ്യന്മാരെ വളരെ സൂക്ഷിക്കണം, പേടിക്കണം. ഇപ്പം ഞാൻ പറയണതല്ലത്, എന്റെ പഴയ പ്രസംഗങ്ങളിലും ഞാൻ ഇതന്നെ പറയാറുള്ളത്. ഞാൻ പറയാറുണ്ട്, ന്യൂയോർക്കിലെ ടാക്സി ഡ്രൈവർമാരാണ് ഏറ്റവും വലിയ ഫിലോസഫർമാർ എന്ന് നിത്യചൈതന്യ രീതി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വലിയ വർത്താനൊക്കെ പറയും. ടാക്സി ഡ്രൈവറാന്ന് വിചാരിച്ചിട്ട് വല്ല മുഷായിട്ട് കണക്കാക്കാൻ നല്ല വിവരമുണ്ട്. നമ്മുടെ നാട്ടിൽ അതന്നെ സ്ഥിതി. ആ ജനങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു, എല്ലാരെയും ബഹുമാനിക്കുന്നു. വോട്ടവകാശം പോലും ഇല്ലാത്ത ഈ മക്കള് കൂട്ടത്തോടെയാണ് ഒഴുകി വന്നത്. പുള്ളൂര് വരെയാണ്. അന്ന് പറയാൻ പോണോടത്തൊക്കെ തന്നെ സ്ഥിതി. നല്ല താനൂര് പോയപ്പോ എല്ലായിടത്തും കുട്ടികളാണ്, എല്ലാം കൂട്ടത്തോടെ വരികയാണ്. ഓൽക്കറിയാതെ എന്താ സംഗതി. അവരത്ര പോലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത മുതിർന്നവരെ പറ്റിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ നന്ദി പറയുന്നു, സ്നേഹാഭിവാദ്യങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചുള്ളിപ്പാറ ഏറ്റവും നല്ലൊരു യോഗമാണ് ഇപ്പൊ തന്നെ ഇവിടെ നടക്കുന്നത്. നന്ദി പോലും ഇത്ര വലിയ ജീവനോടെയാണ്. ഒറ്റക്കടി ഇനി ഇലക്ഷനുകളാണ് വരുന്നത്. പഞ്ചായത്ത് വരാൻ പോകുന്നത്, മുനിസിപ്പാലിറ്റി വരാൻ പോകുന്നത്, നിയമസഭ വരാൻ പോകുന്നത്. നമ്മൾ ജയിച്ചടക്കിയിരിക്കും. നമ്മൾ 10 മടങ്ങ് കളക്കത്തോടെ ജയിച്ചടക്കി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ നേതാക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട്. തിരങ്ങാടി മുനിസിപ്പാലിറ്റി ചെയർമാൻ, അതേമാതിരി കൺവീനർ ഇപ്പോൾ ഇവിടെ ഇല്ലാന്നേ ഉള്ളൂ. നമ്മുടെ പ്രവർത്തനത്തിലൊക്കെ മുൻനിര ഇവിടെ ഉണ്ട്. അതിരമകുട്ടി ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളെ മുനിസിപ്പൽ ചെയർമാൻ, അതേമാതിരി തന്നെ നമ്മളെ കൺവീനർ, കുഞ്ഞവരക്കാർ, ഓരോ ചെയർമാൻ ഇപ്പൊ തൽക്കാലം ഇവിടെ എത്തിയിട്ടില്ലാന്നേ ഉള്ളൂ. ചെയർമാൻ എത്തിയോ? അല്ല, മണ്ഡലത്തിന്റെ കൺവീനർ എപ്പോഴൊപ്പുണ്ട് കുഞ്ഞവരക്കാർ സാഹിബ്. അതേമാതിരി നമ്മളെ മണ്ഡലം ലീഗ് പ്രസിഡന്റ് CH മുഹമ്മദ് ഹാജി, എല്ലാ നേതാക്കന്മാരും ഉണ്ട്. മുസ്തഫ, എല്ലാവരും
സലീമിന് ഒരു പ്രത്യേക അഭിനന്ദനം കൂടി പറയണം. പുതിയ മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റ്. ഒരു വാക്ക് ഞാൻ കോൺഗ്രസിനെ പറ്റി പറയേണ്ടതുണ്ട്. ഞാൻ എല്ലായിടത്തും പറയുന്നത് കോൺഗ്രസ് ഒരു പാർട്ടി മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ നന്മയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോൺഗ്രസിനെ ഉത്തരേന്ത്യയിലൊക്കെ കോൺഗ്രസ് ജയിച്ചടക്കുകയാണ്. ഇനിയുള്ള പ്രതീക്ഷയും കോൺഗ്രസ്സാണ്. കോൺഗ്രസിന് അങ്ങനെ ഫിനിഷ് ചെയ്യാൻ കഴിയില്ല. ആരും വിചാരിച്ച പൂതിച്ച് നടക്കണ്ട. ഇവിടെ കേരളത്തിൽ അങ്ങ് ആക്കിക്കളയാന്ന് വിചാരിച്ചവരുണ്ട്. കോൺഗ്രസ് നിലനിൽക്കണം, ശക്തിപ്പെടണം. അതാണ് രക്ഷ. അതാണ് ലീഗ് എന്നും പറഞ്ഞത്. അതാണ് മഹാനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് അതിനൊക്കെ ഞാൻ അതിൻ്റെതായ രീതിയിൽ കണക്കെടുത്തുകൊണ്ട് നമ്മുടെ നേതാക്കന്മാരെല്ലാവർക്കും വേണ്ടി നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനം. നമ്മുടെ മുജീബ് മാസ്റ്റർ നമ്മുടെ അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന് വേണ്ടി ഹാരം അണിയിക്കുന്നു. പ്രിയപ്പെട്ട ഹരിതയുടെ ഒരു മോള് ഹരിതയുടെ മോള് ഓക്കെ ഓക്കെ KDF വേണ്ടി മുജീബ് മാസ്റ്റർ. ഒരാൾ വാങ്ങിയ